ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം നാസർഖാനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നാസർഖാന്റെ സ്പെഷ്യൽ ഹോബി എന്ന് പറയുന്നത് തന്നെ ഫ്രൈഡേ ദിവസങ്ങളിൽ കടലിൽ പോയിട്ട് ചൂണ്ടിട്ട് മീൻ പിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ തിരക്കുപിടിച്ച പ്രവാസ ജീവിതത്തിനിടയിലും അദ്ദേഹം കണ്ടെത്തുന്ന എൻജോയ്മെൻറ്റിൽ ഒന്ന് മാത്രമാണിത്. ബാക്കിയുള്ള നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. ഫിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ മീനുകൾ ഇവിടെ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ചെറിയ മീനുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ വലിയ മീനുകളെ ചൂണ്ടയിട്ട് പിടിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളായിട്ട് നാസർക്കഥ അവിടെ ഉണ്ട്. ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാസർക്കാരുടെ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാസർക്കാരുടെ ചൂണ്ടയിൽ എന്തോ ഒന്ന് കൊത്തി എന്നുള്ളൊരു തോന്നൽ. നാസർക്കഥയെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. നാസർക്കഥ മെല്ലെ വലിച്ചുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കൾ, നമുക്കിതിൽ കാണാൻ പറ്റും നമ്മുടെ നാസർക്കാരുടെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ. അദ്ദേഹത്തിന് ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ ആ മീനിനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മെല്ലെ ചൂണ്ടയിൽ നിന്നെടുത്ത് അവിടെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു. ശേഷം നാസർക്കഥ വീണ്ടും ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം അടിച്ചിട്ടുള്ളത് ഒരു ചെറിയൊരു ഹാമൂറാണ് കേട്ടോ സുഹൃത്തുക്കളെ. നമുക്കിനി അവരുടെ വോയിസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നമുക്ക് കേട്ട് മനസ്സിലാക്കാം. ഇപ്രാവശ്യം നാസർക്കാരുടെ ചൂണ്ടയിൽ അടിച്ചിട്ടുള്ള കുറച്ചൊരു വലിയ മീനാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് തന്നെ കണ്ടറിയാം. നാസർക്ക വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇത് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നാസർക്കയുടെ മുഖത്തെ എക്സ്പ്രഷൻ അതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇപ്രാവശ്യം ചൂണ്ടയിൽ അടിച്ചിട്ടുള്ളത് ഒരു വേറെ ലെവൽ മീനാണെന്ന് തോന്നുന്നുണ്ട്. നാസർക്കയുടെ മൽപ്പിടുത്തം കണ്ടിട്ട് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നാസർക്ക് അതിനെ മെല്ലെ ബോട്ടിനോട് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിലക്കാൾ സമ്മതിക്കുന്നില്ല. നാസർക്കുള്ള ശക്തി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് മെല്ലെ അതിനെ ബോട്ടിനോട് അടുപ്പിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ബോട്ടിനോട് അടുപ്പിച്ചിട്ടുണ്ട്. വൗ, നാസർക്ക സംഭവം ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ആ പിടിച്ച മീനെയും നമ്മളോട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വന്നാലും നമുക്ക് വീണ്ടും ഒരു ചെറിയൊരു ഹാമർ കൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് മക്കളെ നമ്മൾ കാത്തിരുന്ന ഒരു സംഭവം വരാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു രക്ഷയില്ല. നാസർക്കാടെ ഈ ഒരു ഭാവം കണ്ടിട്ട് കാര്യമായി തന്നെ എന്തോ ഒന്നുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. എന്ത് തന്നെ റിസ്ക് എടുക്കേണ്ടി വന്നാലും ഇതിനെ വിട്ടുകളയില്ല എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിനാണ് നമ്മുടെ നാസർക്ക. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കാണാം. എൻ്റെ മോനെ, വൗ, നാസർക്ക മാഷാല്ലാ സംഭവം കീട് കേട്ടോ. നാസർക്കയുടെ ചൂണ്ടവലി കണ്ടപ്പോൾ മനസ്സിലായി എന്തോ കാര്യമായി തന്നെ ഉണ്ടെന്ന്. ആദ്യം വേർത്തനുള്ള കാരണം ഇതാണെന്ന് ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. അതിൻ്റെ ഒരു വലിപ്പം നോക്കൂ ഗൈസ്, മാഷാല്ലാ സംഭവം കിട്ടും. നാസർക്ക വേറെ ലെവല്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.